മക്കളെ, ഇന്ന് നമുക്ക് ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. 10ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ടൈം എക്സാം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ദില്ലി സെ ഹോഷിയാർപൂർ തക്ക് കിത്തനെ ഗണ്ടേ കി ദൂരി ഹെ? ദില്ലിയിൽ നിന്നും ഹോഷിയാർപൂർ വരെ എത്ര മണിക്കൂർ യാത്രയാണുള്ളത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 8 ഗണ്ടേക്ക് 8 മണിക്കൂർ യാത്രയാണ് ഉള്ളത്. എത്രയാണ്? 8 മണിക്കൂർ. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചോയ്സ് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യനും ആൻസറും കൂടെ ഒന്നിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. പത്നി ഓർ ബच्चे ക്യോ നാരാസ് ഹോ ഗയേ? 2 മാർക്കിന്റെ ചോദ്യമാണ്. പത്നി ഓർ ബच्चे ക്യോ നാരാസ് ഹോ ഗയേ? ഭാര്യയും കുട്ടികളും പിണങ്ങാനുള്ള അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരാനുള്ള കാരണം എന്താണ്? പതി ജനറൽ കോച്ച് മേ ഷാദി കെ ലിയെ ഹോഷിയാർപൂർ ജാനാ ജാതാ താ. ഭർത്താവ് ജനറൽ കോച്ചിലാണ് ഷാദി കെ ലിയെ, വിവാഹത്തിന് വേണ്ടിയിട്ട് ഹോഷിയാർപൂരിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നത്. ലേക്കിൻ യഹ് പത്നി ഓർ ബच्चे കാ പസന്ത് നഹീ താ. ഇത് ഭാര്യയ്ക്കും കുട്ടികൾക്കും ഇഷ്ടമായിരുന്നില്ല. ഇസ്ലിയെ വേ നാരാസ് ഹോ ഗയേ. അതുകൊണ്ടാണ് അവര് ദേഷ്യപ്പെട്ടത്. ട്രെയിൻ യാത്രാക്കെ അനുഭവം കാ ജിക്ർ കർത്തെ ഹുയെ പുരുഷ പാത്ര കി ഡയറി ലിഖേം എന്നാണ് 3ാമത്തെ ചോദ്യം വന്നിരിക്കുന്നത്. ട്രെയിൻ യാത്രയിലെ അനുഭവങ്ങൾ പുരുഷ കഥാപാത്രം ഡയറി എഴുതുന്നു. ആ ഡയറിയാണ് നമ്മൾ തയ്യാറാക്കിയത്. താരിഖ് നിങ്ങൾ ഇവിടെ എഴുതണം, ഒരു ഡേറ്റ് എഴുതണം. ദിവസവും കൂടെ എഴുതിയ അത്രയും നന്നിട്ടോ. രവിവാർ, സോമവാർ, അതിൽ ഏതെങ്കിലും ഒരു ദിവസവും കൂടെ എഴുതാം, ഡേറ്റും എഴുതാം. ആജ് കാ ദിൻ മേം കഭി നഹീം, ഇവിടെ നഹി വേണ്ട കേട്ടോ. ആജ് കാ ദിൻ മേ കബി ഭൂൽ നഹി സക്ത. ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. ആജ് മേം ബീബി ബച്ചോ കെ സാത്ത് ഷാദി കെ ലിയെ ഹോഷിയാർപൂർ ഗയ. ഇന്ന് ഞാൻ ഭാര്യയുടെയും മക്കളുടെയും കൂടെ വിവാഹത്തിന് വേണ്ടി ഹോഷിയാർപൂരിലേക്ക് പോയി. യാത്ര ജനറൽ കോച്ച് മേന്തി, ജനറൽ കോച്ചിലായിരുന്നു യാത്ര. ബീച്ച് മേ ഷാൾ ബേജിനെ വാലി ഏക് യുവതി ആ ഗയി. ഇടയ്ക്ക് വെച്ച് ഷാൾ വിൽപ്പനക്കാരിയായ ഒരു യുവതി വന്നു. വഹ് ജമ്മു കി ഷാൾ 250 മേ ബേച്തി തി. അത് ജമ്മു കാശ്മീരിലെ ഷാള് 250 രൂപയ്ക്ക് വിൽക്കുകയായിരുന്നു. മേരി പത്നി തോൽ മോൽ കർക്കെ 150 മേ ഗരീദ് ലി. എന്റെ ഭാര്യ വില പേശിക്കൊണ്ട് 150 രൂപയ്ക്ക് വാങ്ങി. കം ദാം മിൽനെ സെ യുവതിക്ക് ആങ്കെ ബർ ആയി. കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ടി വന്നതിനാൽ ആ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. ഫിർ ബി മേരി പത്നി കഹ് രഹി ദി ദോഡാ തോൾമോൾ ഓർ കരേൻ തോ കം ദാം മേ മിൽ ജാത്തി. വീണ്ടും എന്റെ ഭാര്യ പറയുന്നുണ്ടായിരുന്നു, കുറച്ചുകൂടി വില പേശിയിരുന്നെങ്കിൽ കം ദാം മേ മിൽ ജാത്തി, വില കുറച്ച് കിട്ടുമായിരുന്നു. ഉസ്കി ആങ്കോं की नमी देखकर मुझे अपने पिता की याद आई. അവളുടെ കണ്ണുകളിലെ നനവ് കണ്ടപ്പോൾ എനിക്ക് എന്റെ പിതാവിനെയാണ് ഓർമ്മ വന്നത്. വേ ബി ഐസെ ഹി ട്രെയിൻ മേ സാമാൻ ബേച്തേ थे. അദ്ദേഹവും ഇതുപോലെ ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കുകയായിരുന്നു. देख कर जब वे घर आते थे तो उसकी आंखों में भी वैसी ही नमी होती थी. मुझे उनका संघर्ष याद आ गया. അങ്ങനെ ക്ഷീണിച്ചിട്ട് അദ്ദേഹം എപ്പോഴാണോ വീട്ടിലേക്ക് വന്നിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിലും അതേ നനവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സംഘർഷമാണ് എനിക്ക് അപ്പോൾ ഓർമ്മ വന്നത് എന്ന് ഇവിടെ പുരുഷപാത്രം, അതായത് പതി, ഡയറി എഴുതിയതാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചോദ്യത്തിൽ ഇതാ പുരുഷപാത്രം എന്ന് കണ്ടില്ലേ? പുരുഷപാത്രി എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ പതി എന്ന് പറഞ്ഞാലും ലേഖക് എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്നിനെയാണ് കേട്ടോ. പതി, ലേഖക്, പുരുഷപാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ തന്നെയാണത്. അതിനെ നിങ്ങൾ ചോദ്യം ശ്രദ്ധിക്കണം. ചോദ്യത്തിൽ പല വിധത്തിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ പുരുഷപാത്രം എന്നായിട്ടും ചോദിക്കുക, അല്ലെങ്കിൽ പതിയുടെ ഡയറി എഴുതുക, അങ്ങനെയായിരിക്കും പറയാം. എല്ലാം ഒരാളാണെന്ന് മനസ്സിലാക്കുക. ഇനി और क्वेश्चन ആണ്, ट्रेन यात्रा के अनुभव बताते हुए मित्र के नाम पुरुष पात्र का പത്ര തയ്യാർ കരേ. ട്രെയിൻ യാത്രയുടെ അനുഭവങ്ങൾ വെച്ചിട്ട് ഇവിടെ മുകളിൽ എന്താണ് ക്വസ്റ്റ്യൻ? ഡയറി എഴുതാനാണ് അല്ലേ? ഇവിടെ തന്നിരിക്കുന്നത് പുരുഷപാത്ര കത്തെഴുതുന്നു, ഫ്രണ്ടിന് കത്തെഴുതുന്നു അനുഭവങ്ങൾ വെച്ചുകൊണ്ട്. അപ്പൊ ഇതന്നെ സംഭവം നമ്മൾ എഴുതേണ്ടത്. ഇതിന്റെ ഫോർമാറ്റിന് മാത്രമാണ് മാറ്റം ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പം നമ്മളിവിടെ സ്ഥാൻ താരിഖ് കൊടുക്കണം, സ്ഥലത്തിന്റെ പേര് എഴുതണം, ഒരു ഡേറ്റും കൊടുക്കണം കേട്ടോ. പ്രിയമിത്ര തും കൈസേ ഹോ, ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇത് എഴുതേണ്ടത്. തും കൈസേ ഹോ മേ യഹാം സകുശൽ ഹോം, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഏക് ഖാസ് ബാത്ത് ബതാനെ കെ ലിയെ മേ യഹ് പത്ര ലിഖ്താ ഹൂ, ഒരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. പിछले
हफ्ते में बीबी बच्चों के साथ शादी के लिए होशियारपुर गया था. കഴിഞ്ഞ ആഴ്ച ഞാൻ ഭാര്യയോടും മക്കളോടും ഒപ്പം വിവാഹത്തിന് വേണ്ടി ഹോഷിയാർപൂരിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. യാത്ര ജനറൽ കോച്ച് മേന്തി, യാത്ര ജനറൽ കോച്ചിലായിരുന്നു. ബീച്ച് മേ ഷാൾ ബേച്ചനെ വാലി ഏക്ക് യുവതി ആകി, ഇടയ്ക്ക് വെച്ചൊരു ഷാൾ വിൽപ്പനക്കാരിയായ ഒരു സ്ത്രീ വന്നു. വ ജമ്മു കി ഷാൾ 250 में बेचती थी, അവർ ജമ്മു കാശ്മീരിലെ ഷാൾ 250 രൂപയ്ക്ക് വിൽക്കുകയായിരുന്നു. മേരി പത്നി തേൽ മോൾ കർക്കെ 150 में ഖരീദ് ലി, എന്റെ ഭാര്യ വില പേശിക്കൊണ്ട് 150 രൂപയ്ക്ക് വാങ്ങിച്ചു. കം ദാം മിൽനെ മേ യുവതിക്ക് ആംഗ്യം പറയായി. കണ്ടോ, ഇതന്നെയാണ് ഇവിടെയുള്ള കണ്ടന്റ് തന്നെയാണ് ഇവിടേക്ക് വരുന്നത്. ഫുൾ അങ്ങനെ തന്നെയാണ് വരിക. ഇതിന് ഫോർമാറ്റിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ. കുറഞ്ഞ വിലയ്ക്ക് വിറ്റതുകൊണ്ട് ആ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. ഫിർ ബി മേരി പത്നി കഹരതി തൊടാ തോൽമോൾ കറയത്തോ കാം ദാം മേ മിൽ ജാത്തി. നേരത്തെ മുകളിൽ പറഞ്ഞ അതേ കാര്യമാണ്. ഉസ്കി ആങ്കോ കി നാമി ദേക്കർ മുജെ പിതാക്കി യാദ് ആയി, തുമേ പതാ ഹേ മേരെ പിതാജി റെയിൽഗാഡി മേ സാമാൻ ബീച്ചത്, നിനക്കറിയുന്നതല്ലേ എന്റെ പിതാജിയും റെയിൽഗാഡിയിൽ സാധനങ്ങൾ വിൽപ്പന നടത്തുകയായിരുന്നു എന്ന കാര്യം നിനക്കും അറിയാവുന്നതല്ലേ. യഹാം തുമാരി ക്യാ ഖബർ ഹേ, സോറി വഹാം എന്നാണ്. വഹാം തുമാരി ക്യാ ഖബർ ഹേ, അവിടെ നിന്റെ വാർത്ത എന്തൊക്കെയാണ്, നിന്റെ വിവരം എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. ഘർ വാലോം സെ മേരാ പ്രണാം കഹ്ന, വീട്ടുകാരോട് എന്റെ അന്വേഷണം പറയണം. ജവാബ് കി പ്രതീക്ഷാമേ, മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്. തുമാരാ മിത്ര ഹസ്താക്ഷർ നാം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യമാണ്. തുമാരാ മിത്ര ഹസ്താക്ഷർ നാം, അതുപോലെ തന്നെ എഴുതേണ്ട ഒരു പ്രധാന കാര്യം തന്നെയാണ് സേവാമേ നാം പദ. ഓക്കെ, ഇത് രണ്ടും. പിന്നെ നമ്മളിവിടെ ലാസ്റ്റ് നോക്കിയ സെന്റൻസ് ഇവിടെ തുടങ്ങുമ്പോഴുള്ളതാ സ്ഥാൻ താരിഖ്, പിന്നെ ഇവിടെയുള്ള പ്രിയമിത്ര, പിന്നെ ഈ ഫസ്റ്റ് സെന്റൻസ്. അത്രയാണ് ഇതിന്റെ ഫോർമാറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. പിന്നെ ഡയറിക്കും പത്രനും ഇതൊരുപോലെ തന്നെയാണ് നമ്മൾ എഴുതിയെന്ന കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യം, ദീവാരോ മേ ഛേദ് കർ ആർ പാർ ദേഖ്നാ സേ ആപ് ക്യാ സമജ്തേ ഹേ, ചുമര് ഛേദിച്ചിട്ട് പുറത്തേക്ക് നോക്കും എന്നതിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നാണ് ചോദ്യം. കവിതയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സമാജ് മേ ബഡോം നെ ബച്ചോं को विभाजित करके उनमें भिन्नता का भाव पैदा किया है, लेकिन बच्चे उनमें छेद बनाकर बाहर आकर सबसे मिलने की कोशिश करेंगे. സമൂഹത്തിൽ മുതിർന്നവർ കുട്ടികളിൽ വിഭാജനം ഉണ്ടാക്കിയിട്ട് ഭിന്നതയുടെ ഭാവം ജനിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ കുട്ടികളിൽ എന്തില്ല, ഭിന്നതയൊന്നുമില്ല, നിഷ്കളങ്കരാണ് അല്ലെ കുട്ടികൾ, എല്ലാവരോടും സ്നേഹമുള്ളവരാണ്. ലേക്കിൻ ബച്ചേ ഉന്മേം ഛേദ് ബനാക്കർ, പക്ഷേ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അതിനെ ഛേദിച്ചിട്ട് ബാഹറാക്കർ പുറത്തു വന്ന് സബ്സേ മിൽനേക്ക് കോശിഷ് കരെങ്കിൽ എല്ലാവരുടെയും ചേർന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. എല്ലാവരുടെയും കൂടെ ചേർന്ന് ജീവിക്കാൻ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ അവർ ശ്രമിക്കും. കവിക്ക് പരിചയം ദേത്തെ ഹുയ കവിതാംശക്ക് ആശയിലേക്ക്, കവി പരിചയം നൽകിക്കൊണ്ട് കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കവിതയുടെ ആശയം എഴുതി നോക്കാം. പ്രസ്തുത പങ്ക്തിയാ ഹിന്ദി കെ പ്രമുഖ സമകാലീൻ കവി അദ്നാൻ കഫീൽ ദർവേഷ് की छोटी കവിത മേരി ദുനിയ കെ തമാം ബച്ചേ സേ ഹേ. ഇവിടെ തന്നിരിക്കുന്ന വരികൾ ഹിന്ദിയിലെ പ്രമുഖ സമകാലീന കവിയായിട്ടുള്ള അദ്നാൻ കഫീൽ ദർവേഷിന്റെ ചെറിയ കവിതയായിട്ടുള്ള മേരി ദുനിയ കെ തമാം ബച്ചേ എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. इस कविता में नई सोच, बदलाव और रूढ़ियों, हिंसा के विरोध करने वाले बच्चों के बारे में गाता है. ഈ കവിതയില് നയി സോച്ച് പുതിയ ചിന്തകൾ, അതുപോലെ തന്നെ മാറ്റം, ഹിംസക്കെ വിരോധം, ഹിംസയോടുള്ള വിരോധം ഒക്കെയുള്ള കുട്ടികളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കവി कहते हैं कि बच्चे एक दिन बड़ों द्वारा बनाई दीवारों छेद कर देखेंगे और आर पार देखने की कोशिश करेंगे. കവി പറയുകയാണ്, കുട്ടികൾ മുതിർന്നവരാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചുമരുകൾ ഛേദിച്ച് അവർ ഒരു ദിവസം പുറത്തേക്ക് നോക്കും, എന്നിട്ട് ആർ പാർ ദേഖ്നേക്ക് കോശിഷ് കരെങ്കെ, ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. समाज में बड़ों ने बच्चों को विभाजित करके उनमें भिन्नता का भाव पैदा किया है. സമൂഹത്തിൽ മുതിർന്നവർ കുട്ടികളിൽ വിഭാജന ചിന്ത, ഭിന്നതയുടെ ഭാവം ജനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ലേക്കിൻ ബച്ചേ ഉന്മേം ഛേദ് ബനാക്കർ ബാഹർ ആക്കർ സബ്സേ മിൽനെ കി കോശിഷ് കരെങ്കെ, എന്നാൽ കുട്ടികൾ അതെല്ലാം ഛേദിച്ചിട്ട് പുറത്തു വന്ന് എല്ലാവരും കൂടെ ചേർന്നിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. തബ് ഉനേ മാലൂം ഹോത്താ ഹെ കി പഡോസ് മേ ഭി ഹമാരെ യഹാം കാ മൗസം ഹെ, അപ്പോൾ അവർ മനസ്സിലാക്കും അയൽ പക്കത്തുള്ളൂ നമ്മളെ പോലെ തന്നെയുള്ള കാലാവസ്ഥയാണ് പഡോസമേ. അപ്പൊ എന്താണ് പറയുന്നത്, പഡോസ് മേം ബി ഹമാരെ യഹാം കാ മൗസം ഹേ. ഇനി നമുക്ക് ലാസ്റ്റ് ഇവിടെ എഴുതേണ്ട ഒരു ലൈൻ എന്ന് പറയുന്നത് सरल भाषा का, कविता में सरल भाषा का प्रयोग है, सबको मन में छूने वाली. ये कविता सबके मन में छूने वाली है എന്നും കൂടെ എഴുതാം.
ഈ കവിതയിൽ സരൾ ഭാഷയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഈ കവിത എല്ലാവരുടെയും മനസ്സിനെ സ്പർശിക്കുന്നതാണ്, ഹൃദയത്തെ തൊടുന്ന കവിതയാണിത് എന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് അവസാനിപ്പിക്കുമ്പോൾ എഴുതാം. ഓക്കെ, ഇനി അടുത്തത് പഹ്ചാൻ ലിഖേങ്കി കോൺസാ ക്രമ സഹി ഹേ എന്നാണ്. നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുമല്ലോ, ശരിയായിട്ടുള്ള ക്രമത്തിലുള്ളത് ഏതാണെന്ന് എടുത്തെഴുതാൻ വേണ്ടിയിട്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതിന്റെ ക്വസ്റ്റ്യൻ ഇതിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ് കയ്യിലുള്ളത്. അതുകൊണ്ട് ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യാത്രാവൃത്തിക്ക് ഈ സംശയ്ക്ക് ആധാർ പർ പഠിക്കതാക്ക ഏക്ക് ദൃശ്യ ലിഖിയും എന്നാണ്. യാത്രാവൃത്തിന്റെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഗം വായിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? അതിനെ കുറിച്ചിട്ടൊരു പഠിക്കഥ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഥാൻ മന്ദിർ ക ബരാന്തയാണ്, സമയ് രാത്ത് 9 ബജെ, പാത്ര ലേഖക് ചോട്ടു പാഗലാത്മി. അത്രയാണ് കഥാപാത്രങ്ങൾ വരുന്നത്. ലേഖക് ചോട്ടു പാഗലാത്മി. അപ്പൊ ആ കഥാപാത്രത്തിനോട് കൂടെ തന്നെ അവരുടെ വയസ്സും അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രവും കൂടെ എഴുതണം, വേഷഭൂഷ, അതും കൂടെ അതിന്റെ കൂടെ അങ്ങോട്ട് ചേർക്കാം കേട്ടോ. അപ്പൊ കരീബ് 70 സാൽക്ക, അതായത് ലേഖൻ ഏകദേശം ഒരു 70 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു വ്യക്തിയാണ്. പാന്റും കുർത്തിയാണ് ധരിച്ചിരിക്കുന്നത്. ചോട്ടു ഏകദേശം 30 വയസ്സ് തോന്നിക്കുന്നു, പാന്റും കുർത്തിയും ധരിച്ചിട്ടുണ്ട്. പാഗലാത്മിക്കർ ഏകദേശം 50 വയസ്സാണ്, ധോത്തിയും കുർത്തിയാണ് ധരിച്ചിരിക്കുന്നത്. ഇനി ദൃശ്യക വിവരണമാണ്. ലേഖക് ഓർ ചോട്ടു സോത്തെ സമയ പാഗലാത്മി ആക്കർ ഉന്നെ ധമക്ക രഹായ. ലേഖകനും ചോട്ടു ഉറങ്ങുന്ന സമയത്ത് പാഗലാത്മി വന്നിട്ട് അവരെ ഭയപ്പെടുത്തുന്നു. അതാണ് സന്ദർഭം. ഇനി സംവാദം നോക്കാം. പാഗലാത്മി ഇവിടെ എന്നാണ്. നമ്മൾ പല പ്രാവശ്യം എഴുതി പഠിച്ച, സംഭാഷണമായിട്ടൊക്കെ എഴുതി പഠിച്ച കാര്യം തന്നെയാണ്. പാഗലാത്മി കോരോത്തോം ലോഗ് യഹാം കൈസെ ഗുസ്സായേ ഹോ. നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ കയറിയത്? ലേഖക് മന്ദിർ കി ദേഖ് രേഖ് കർണേ വാലെ ആത്മീനെ ഹമേ യഹാ ടഹരായ ഹെ. മന്ദിരത്തിന്റെ മേൽനോട്ടക്കാര് തന്നെയാണ് ഞങ്ങൾ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് ലേഖകൻ പറയാണ്. പാഗലാത്മി വഹ് പിട്ടു മേ ക്യാ ഹെ. ആ പെട്ടിയിൽ എന്താണ്? മുझे उसकी തലാശി ലേനി ഹോഗി. അതെനിക്ക് പരിശോധിക്കണം. ഉസ്മേ ഹമാരെ സാമാൻ ഹെ. അത് ഞങ്ങളുടെ സാധനങ്ങളാണ്. പാഗലാത്മി പറയാണ് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുകയാണ് പാഗലാത്മി ചോട്ടുവിനോട്. ചോട്ടു പറയുന്നു മുझे അംഗ്രേസി നഹി ആത്തി, എനിക്ക് ഇംഗ്ലീഷ് അറിയുകയില്ല എന്ന് പറഞ്ഞ് അറിയുന്നു. പാഗലാത്മി ലേഖക് സെ. അപ്പൊ ലേഖകനോട് ചോദിക്കുകയാണ് പാഗലാത്മി തും ക്യാ കർത്തെ ഹോ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ലേഖക് മേം ശിക്ഷകത ബച്ചോങ്കോ പഠാത്താത അബ് റിട്ടയർ ഹോ ഗയ. ഞാൻ അധ്യാപകനായിരുന്നു, കുട്ടികളെ പഠിപ്പിച്ചിരുന്നു, ഇപ്പോൾ ഞാൻ റിട്ടയർഡ് ആയതാണ് എന്ന് പറയുന്നു. പാഗലാത്മി കുച്ചു സോച്ച്കർ, എന്തോ ചിന്തിച്ചുകൊണ്ട് പറയാണ്. അച്ഛാ സോജാവോ, ശരി ഉറങ്ങിക്കോളൂ എന്ന് പറയുന്നു. പാഗലാത്മി വഹാസെ ചലാ ജാത്ത. അങ്ങനെ പാഗലാത്മി അവിടെ നിന്ന് പോകുന്നു. ലേഖക് ഓർ ചോട്ടു രാഹത്ത് കി സാസ് ലേത്തെ ഹെ. ലേഖകനും ചോട്ടും ആശ്വാസത്തോടെ ദീർഘനിശ്വാസം വഹിക്കുന്നു. ചോട്ടു ദർവാസ അന്തർ സെ ബന്ദ് കർക്കെ ഉസ് പർ താല ലഗാ ദേത്താ ഹെ. ചോട്ടു വാതിലകത്ത് നിന്നും അടച്ച് പൂട്ടുന്നു. ദൃശ്യ സമാപ്ത. ദൃശ്യം അവസാനിച്ചു. ഇനി അടുത്തത് സ്നേഹക്ക സമാനാർത്ഥി ശബ്ദമാണ് ചോദിച്ചിരിക്കുന്നത്. നേഹ്, നേഹ്, പ്യാർ ഒക്കെ സ്നേഹത്തിന്റെ സമാനാർത്ഥി ശബ്ദമാണ്. ഇസ് ഹായ്കുക്ക സമാൻ ആശയ് കിസ് വാക്യമേ നിഹിത് ഹേ. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലുണ്ട് ആ ഹായ്ക്കും അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് 2-3 ഹായ്ക്കുവിന്റെ ആശയം തെറ്റിച്ചിട്ട് തരും. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള മാത്രമാണ് നമ്മൾ നോക്കിയത്. ബർഫീലി നഗരിമേ പ്യാർ കി കമി മെഹസൂസ് ഹോത്തി ഹെ. ബർഫീലി നഗരിമേ പ്യാർ കി കമി മെഹസൂസ് ഹോത്തി ഹെ എന്നാണ് ആ ഒരു വരിയുടെ ആശയം വരുന്നത്. ഇസ് വാക്യമേ വഹ് ഓർ ഹം കിസ്കെ ബദലേ പ്രയുക്ത് ഹെ എന്നാണ് അടുത്ത ചോദ്യം. വഹ്, ഇവിടെ വഹ് അതായത് നിങ്ങൾക്ക് ഒരു സെന്റൻസ് അവിടെ തന്നിട്ടുണ്ട്. ആ സെന്റൻസിൽ വഹ് എന്നത് പാഗലാത്മിയും ഹം എന്നത് ലേഖകനും ചോട്ടുമാണ്. കോഷ്ടോക്കോ ശബ്ദം കി മദദ് സെ വാക്യ വിസ്താർ കരേം. ഇനി വാക്യ വിസ്താർ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണത്. വാക്യ വിസ്താർ. ആത്മീനെ പരേശാൻ കിയ എന്ന സെന്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. പിന്നെ പാഗൽ എന്നും അതുപോലെ തന്നെ ബഹുത്ത് എന്നും രാത്തുക്കോ എന്നും നിങ്ങൾക്ക് ഇവിടെ സൂചനയായിട്ട് തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ 3 വെച്ചിട്ടാണ് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കേണ്ടത്. പാഗൽ ആത്മീനെ പരേശാൻ കിയ. ഇവിടെ ആത്മീനെ പരേശാൻ കിയ എന്നത് പാഗൽ ആത്മീനെ പരേശാൻ കിയ. അടുത്തത് പാഗൽ ആത്മീനെ ബഹുത്ത് പരേശാൻ കിയ. ബഹുത്ത് ചേർത്തെഴുതി. രാത്തുക്കോ പാഗൽ ആത്മീനെ ബഹുത്ത് പരേശാൻ കിയ. അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ സെന്റൻസ് 3 ഉണ്ടാക്കുക. അത്ര മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് സഹീ പ്രസ്താവ് ചുൻകർ ലിഖിയാണ്.
ദാദാജി കേശവ് കോ മാം ബാബ് കെ പാസ് ലായേ. അതായത് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന തെറ്റായിട്ടുള്ള പ്രസ്താവന 2 ഉണ്ടായിരിക്കും. അതിലൊന്ന് മാത്രമാണ് ശരിയായിട്ടുണ്ടാവുക. അപ്പൊ അതിൽ दादाजी केशव को मां बाप के पास लाए. ദാദാജി കേശവ് കോ ഗാവ് സേ ഷഹർ ക്യോം ലേ ഗയേ. ദാദാജി കേശവിനെ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് കൊണ്ടുപോയത് എന്തിന് എന്നാണ് ചോദ്യം. കേശവ് ദാദാജി സേ മാതാപിതാ കെ പാസ് ഷഹർ ജാനെ കി സിദ്ധ് കർണേ ലഗ. കേശവ് ദാദാജിയോട് മാതാപിതാക്കന്മാരുടെ അടുത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് ഷാഠ്യം പിടിക്കാൻ തുടങ്ങി. ഇസ്ലിയെ ദാദാജി കേശവ് കോ ഗാവ് സേ ഷഹർ ലേ. ഇക്കാരണത്താലാണ് ദാദാജി കേശവിനെ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് കൊണ്ടുപോയത്. പരീക്ഷ കെ ബാദ് കേശവിനെ ദാദാജി സേ ഷഹർ ജാനെ കാ ആഗ്രഹ കിയ. പരീക്ഷയ്ക്ക് ശേഷം കേശവ് ദാദാജിയോട് പട്ടണത്തിൽ പോകാൻ വേണ്ടിയുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഇസ് പർ കേശവ് ഓർ ദാദാജി കെ ബീച്ച് കി സംഭാവിത ബാത്ചീത് ലിഖി. അപ്പൊ അവർ രണ്ടാളും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ബാത്ചീത് കേശവ് ഓർ ദാദാജി, കേശവും ദാദാജിയും തമ്മിലുള്ള ബാത്ചീത്ത്. കേശവ് ദാദാജി 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 ബതാവോ ബേട്ട ക്യാ ബാത്ത് ഹേ. കേശവ് വിളിക്കുകയാണ് ദാദാജി ദാദാജി എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പൊ ദാദാജി ചോദിക്കുകയാണ് എന്താണ് കാര്യം മോനെ പറയൂ എന്ന് പറയാണ്. കേശവ് മുझे ഷഹർ ജാനാ ഹേ, എനിക്ക് പട്ടണത്തിൽ പോകണം. ദാദാജി ക്യോ, എന്തിന്? കേശവ് മേ അപ്പനെ മാ ബാബ് കെ സാത്ത് കുച്ച് ദിൻ രഹനാ ചാഹത്താ ഹൂം, ഞാൻ എന്റെ അമ്മയോടും അച്ഛനോടൊപ്പം കുറച്ചു ദിവസം താമസിക്കാൻ ആഗ്രഹിക്കുന്നു. ദാദാജി വേ വഹാം കാം കർണേ ഗയേ ഹേ, വേ കാം പർ ജാത്തേ തോ തുമ്മേ അകേലാ രഹനാ പടേഗ. അവരവിടെ ജോലി ചെയ്യാൻ പോയതാണ്. അവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരും. അപ്പൊ കേശവ് പറയുന്നു കോയി ബാത്ത് നഹീം, അതൊന്നും പ്രശ്നമില്ല. ദാദാജി ടീക്ക് ശരി, മേം ഫോൺ കർക്കെ തും ആനയ്ക്ക് ബാത്ത് ബതാത്താ ഹൂം. ശരി, ഞാൻ ഫോൺ ചെയ്ത് അവരോട് എന്ത് ചെയ്യാൻ പോവാണ്, നീ വരുന്ന കാര്യം പറയാൻ പോവുകയാണ്. കേശവ് മേരെ പ്യാരെ ദാദാജി, എന്റെ പ്രിയപ്പെട്ട ദാദാജി എന്ന് പറയാണ് കേശവ്. ഇനി ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്. കേശവ് അമ്മയുടെ അടുത്തെത്തുന്നു. കേശവ് ഓർ അമ്മാക്കെ ബിജ്ക്ക് സംഭാവിത ബാത്ചീത്താണ്. കേശവും അമ്മയും തമ്മിലുള്ള വാർത്താലാപാണ് ഇനി എഴുതേണ്ടത്. കേശവ് ഓർ മാം കെ ബാത്ത് കി ബാത്ചീത്താണ്. അമ്മ ബേട്ടാ തൂ ആ ഗയാ, തൂനെ യഹാം ആനെ കി സിദ് ക്യോं की. അമ്മ ചോദിക്കുകയാണ് മോനെ നീ എത്തിയോ, നീ ഇവിടേക്ക് വരാൻ എന്തിനാണ് ശാഠ്യം പിടിച്ചത്? പരീക്ഷ ഖത്മ ഹുവാന, പരീക്ഷ അവസാനിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ ഒരു സെന്റൻസ് ഉണ്ടല്ലോ, എനിക്ക് അച്ഛന്റെയും അമ്മയും കൂടെ നിൽക്കണമെന്ന്. ആ സെന്റൻസ് കൂടെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. മാം ബാബ് കെ സാത്ത് കുച്ച് ദിൻ രഹ്നെ കെ ലിയേ എന്ന് കൊടുക്കുക. മാം ബാപ്പ് കെ സാത്ത് കുച്ച് ദിൻ രഹ്നെ കെ ലിയേ, അമ്മയോടും അച്ഛനോടും ഒപ്പം കുറച്ചു ദിവസം താമസിക്കാൻ വേണ്ടി. എന്തിനാണ് ഷാഠ്യം പിടിച്ച് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ പരീക്ഷ അവസാനിച്ചില്ലേ, അമ്മയോടും അച്ഛനോടൊപ്പം കുറച്ച് ദിവസം താമസിക്കാൻ വേണ്ടിയാണ് ഷാഠ്യം പിടിച്ചതെന്ന് പറയുന്നു. ലേക്കിൻ ഹം കാം പർ ജാത്തേ സമയത്തും യഹാ അകേലാ ഹോഗ, പക്ഷേ ഞങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നീ ഇവിടെ ഒറ്റയ്ക്കാകും. കോയി പർവാഹ് നീ, അതൊന്നും പ്രശ്നമില്ല. പരീക്ഷ കൈസീതി, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ആസാന്തി, എളുപ്പമായിരുന്നു. അച്ഛ ഭൂക്ക് ലഗ്തി ഹോഗിയ, നിനക്ക് വിശക്കൊന്നുണ്ടായിരിക്കും. ആവോ കുച്ച് ഗാ ലേ, വരൂ എന്തെങ്കിലും കഴിക്കാം. ടീക്ക് മാം, ശരി അമ്മേ. അടുത്തത് വിശേഷണ ശബ്ദമാണ്. ഖൂബ്സൂരത്ത് എന്നത് വിശേഷണ ശബ്ദമാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് പുറത്തുനിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു പാരഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് ആൻസർ ചെയ്യാൻ പറയുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും അത് തരിക. ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇവിടെ ഓർ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ്. നമൂനയ്ക്ക് അനുസാർ താലിക കി പൂർത്തി കരയും എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള പാരഗ്രാഫ് വായിച്ചാൽ തന്നെ അതിന് ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് തരിക. അതിന് 4 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഒന്ന് ടഫായിട്ടോ ഒന്ന് സിമ്പിൾ ആയിട്ടാണ് തരിക. ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. ഇവിടെ തന്നിരിക്കുന്നത് യാത്രാവൃത്തി തയ്യാറാക്കാനാണ്. സജ്ന അപ്പനെ മാം ബാപ്പ് കെ സാത്ത് ദില്ലി സെ കേരൾ ദേഖ്നെ ആയി, ഗണ്ഡ്കി സഹായത സെ സജ്ന കെ യാത്രാവൃത്തി കാ അംശ തയ്യാർ കരീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരൾ യാത്ര, നമ്മൾ ആദ്യം തന്നെ യാത്രാവൃത്തിന് ഒരു ഹെഡിങ് കൊടുക്കുക. हाल ही में मुझे केरल घूमने का अवसर मिला जो प्रकृति की सुंदरता और हरियाली के लिए प्रसिद्ध है. मेरी यात्रा की शुरुआत तिरुवनंतपुरम से हुई, जहाँ का सुंदर समुद्र तट है कोवलम. यहाँ का लाइट हाउस और सूर्यास्त बहुत आकर्षक है. केरल के आलपुഴा को पूर्व का वेनिस कहते हैं. हाउस बोट में घूमना यहाँ का यादगार अनुभव है. मुन्नार एक खूबसूरत पहाड़ी